ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ബിഗ് ബോസ്. അതായത് ബിഗ് ബോസ് മാത്രമല്ല ബാക്കിയുള്ള കുടുംബാംഗങ്ങളെന്ന് പറയേണ്ടി വരും. കാരണം എല്ലാവരും ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് ഗബ്രീനെയും ജാസ്മിനെയും അങ്ങ് നോമിനേറ്റ് ചെയ്തു. ഇവർക്ക് പുറത്ത് നല്ല നെഗറ്റീവാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്നാലുള്ള കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാവരും കൂടിയിട്ട് ഇവരെ നോമിനേറ്റ് ചെയ്തത്. പക്ഷേ ഇത് എന്തായാലും ഇവർക്ക് നല്ല രീതിയിൽ നല്ല രീതിയിലാണ് ഇവരത് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇവർ ഒരുമിച്ച് പുറത്ത് ഇരുന്നിട്ട് വരെ ആൾക്കാരുടെ നടുക്കിരുന്നിട്ട് വരെ ഇവർ കളിക്കണ കളി നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ജയിലിൽ ഇവർ രണ്ടുപേരും മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രിയൊക്കെ ലൈവിൽ ആൾക്കാരുടെ ബഹളമായിരിക്കും. കാരണം ഇവരെന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ആദ്യത്തെ ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഇവർ ഈ കളി കളിക്കാൻ തുടങ്ങിയതിൽ പിന്നെ രാത്രി ലൈവ് കാണുന്ന ആൾക്കാരുടെ എണ്ണം അങ്ങ് കൂടി തുടങ്ങി. കാരണം ഇവരെന്തൊക്കെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് അറിയാൻ എല്ലാവർക്കും ഭയങ്കരമായിട്ട്, കാരണം റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അധിക പേരും കാണുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മെയിനായിട്ട് ട്രെൻഡിങ് ഇവരുടെ ഒരു കുൽസിതം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. ജയിലിൽ ഇരുന്നിട്ടുള്ള കടിയും നക്കലും പിടിക്കലും ഒക്കെ നമ്മൾ കാണേണ്ടി വരും എന്തായാലും. അതുകൊണ്ട് തന്നെ പുറത്തുള്ളവർക്ക് കുറച്ച് കണ്ടന്റ് കുറവായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം കുറേ ആയിട്ട് ഇവർ തന്നെയാണ് മെയിനായിട്ട് കണ്ടന്റ് ആയിട്ട് പോകുന്നത്. നെഗറ്റീവ്ലി ആണ് പോകുന്നതെങ്കിലും ഇവരുടെ കണ്ടന്റ് തന്നെയാണ് കൂടുതലും പോകുന്നത്. ജാസ്മിൻ ഇങ്ങനെ ഈ ഇന്നത്തെ ജയിൽ ഇതും കൂടി കൂടിയാൽ ജാസ്മിൻ്റെ ഒക്കെ അവസ്ഥ എനിക്ക് പറയാനേ പറ്റത്തില്ല. കാരണം പുറത്തിറങ്ങി വരുന്ന സമയത്തും ഗബ്രി തന്നെ കെട്ടേണ്ടി വന്ന ഒരവസ്ഥയിലാണ് ജാസ്മിൻ ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുപോലെ തന്നെ ജയിലിൽ പല ടാസ്കുകളും കാര്യങ്ങളും കൊടുക്കും, അവർക്ക് പണി കൊടുക്കും. അപ്പോൾ അതൊക്കെ അവർ ഒരുമിച്ചായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നടുക്ക് പല കാര്യങ്ങളും നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ എല്ലാവരും കണ്ണുനട്ടിരിക്കുന്നത് ജയിലിലേക്ക് നോക്കിയിട്ടാണ് ഇനിയുള്ള നിമിഷങ്ങൾ. മിക്കവാറും നെഗറ്റീവ് ആണെങ്കിലും കണ്ടന്റ് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ഒരു 2 ദിവസമെങ്കിലും അവർ അതിനുള്ളിൽ ഇരുത്താനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ജാസ്മിൻ്റെ ബാപ്പയുടെ ബ്ലോക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഇനി ഇന്നൊക്കെ എന്തൊക്കെ കാണണം. കാരണം ജയിലിൻ്റെ ഭാഗത്തേക്കൊന്നും രാത്രി അധികം ആൾക്കാരൊന്നും പോകത്തില്ലല്ലോ. അധികം ആൾക്കാരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്, റൂമിൻ്റെ ഉള്ളിലൊക്കെ. അപ്പം ഇവർ മാത്രമാകുന്ന സമയത്ത് ഇനി ക്യാമറ ഫുൾ ടൈം അങ്ങോട്ട് തന്നെ ആയിരിക്കും തിരിഞ്ഞു കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ ജാസ്മിനെയും ഗബ്രിയെയും ജയിൽ നോമിനേഷൻ ചെയ്തത് ബാക്കിയുള്ളവരെല്ലാം ചെയ്തത് നെഗറ്റീവ് അവർക്ക് കൂടട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ എന്തൊക്കെയാണെങ്കിൽ അവർക്കിത് സൗകര്യം കൂടിയിട്ടേ ഉള്ളൂ. നല്ല രീതിയിൽ അവർക്കിത് സൗകര്യമായി. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറയണത് പോലെ ആയി കാര്യങ്ങൾ. അവർക്ക് വേണ്ടത് ഇത് തന്നെയായിരുന്നു. ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ അവരെ നോമിനേഷനിൽ ഇട്ടിട്ട് അത് സൗകര്യം കൂട്ടിയിട്ട് കൊടുക്കുകയും ചെയ്തത്. ജാസ്മിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത്രയും നല്ല സൗകര്യം വേറെ എവിടെ കിട്ടും? ബിഗ് ബോസിനുള്ളിൽ അല്ലേ തന്നെ അവർ എവിടെയൊക്കെ പോകണമെന്ന് തപ്പി നടക്കുവാണ്. അത് ഡ്രസ്സിങ് റൂമിൽ വരെ പോയി ഇരുന്ന് പറയുന്ന അവർ ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല. ജയിലിൽ നല്ല സൗകര്യത്തോടു കൂടിയിട്ട് അവർക്ക് ഉല്ലസിച്ച് കളിക്കാം. പറഞ്ഞാലേ അവരെ കാണുന്ന സമയത്ത് മണിയറയിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെയുണ്ട്. അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു മണിയറ ഒരുക്കി കൊടുത്തതുപോലെ ആയി സത്യം പറഞ്ഞാൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട.